എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഹൈഡ്രോകാർബൺസ് +1 കെമിസ്ട്രിയിലെ ഹൈഡ്രോകാർബൺസ് എന്ന സെക്ഷനിലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് പഠിക്കുന്നത്. ഒരു ഇലക്ട്രോഫൈൽ എന്തെന്നാൽ പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ് എങ്ങനെയാണ് ബെൻസീനുമായിട്ട് റിയാക്ഷൻ നടക്കുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ മെക്കാനിസമാണ് മെയിനായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം ടെക്സ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബെൻസീനകത്ത് നൈട്രേഷൻ, ഒരു നൈട്രോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നൈട്രേഷൻ എന്ന് വിളിക്കും. അതായത് എ നൈട്രോ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദി ബെൻസീൻ റിങ് ഇസ് കോൾഡ് നൈട്രേഷൻ ഓഫ് ബെൻസീൻ. ബെൻസീൻ്റെ റിയാക്ഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. അടുത്തതായിട്ട് പറയുന്നുണ്ട് ഹാലജനേഷൻ റിയാക്ഷൻ എന്തെന്നാൽ ഹാലജൻ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു ദി ബെൻസീൻ റിങ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 ഈസ് കോൾഡ് ഹാലജനേഷൻ. അപ്പോൾ ക്ലോറോ ബെൻസീനും ബൈ പ്രോഡക്റ്റായിട്ട് HCl ഫോം ചെയ്യും. അടുത്ത സൾഫോനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി അറ്റാച്ച് ഓഫ് ദി സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് ടു ദി ബെൻസിൻ റിങ്. ബെൻസിൻ റിങ്, അതിനാണ് സൾഫോനേഷൻ എന്ന് പറയുന്നത്. ഇത് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ സ്കെലിറ്റൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ ടെക്സ്റ്റിലുണ്ട്. അടുത്ത ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ്റെ അസൈലേഷനും പറയുന്നുണ്ട്, അതിൻ്റെ മെക്കാനിസം പറയുന്നുണ്ട്. ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ CH3 ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദി ബെൻസിൻ റിങ്. CH3 ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദി ബെൻസിൻ റിങ് എന്ന് പറയുന്നവരാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. അടുത്ത ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അസൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദി ബെൻസിൻ റിങ് ഇൻ ദി പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. അപ്പം അങ്ങനെ ഡെഫിനിഷൻ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ നമ്മളിതിൻ്റെ മെക്കാനിസമാണ് ഡീൽ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഫൈൽ ബെൻസീൻ റിങ്ങുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുന്നത് എന്ന കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ റിയാക്ഷൻ മെക്കാനിസത്തിലേക്ക് പോകാം. അതിനു മുമ്പിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്ന നൈട്രേഷനാണ് പഠിക്കാനുള്ളത്. എന്താണ് നൈട്രേഷൻ? അപ്പോൾ നൈട്രേഷൻ പഠിക്കുമ്പോൾ അവിടെ എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ ബെൻസീൻ റിങ്ങിലേക്ക് നമ്മൾ നൈട്രേറ്റിംഗ് മിക്സ്ചർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക്, നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്നാൽ കോൺസെൻട്രേറ്റഡ് HNO3 നൈട്രിക് ആസിഡ് പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്നതാണ്. ഈ മിക്സ്ചറിന് പറയുന്നവരാണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ. അപ്പോൾ നൈട്രോ ഗ്രൂപ്പ് ബെൻസിൻ റിങ്ങിൽ ആഡ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. നൈട്രോ ഗ്രൂപ്പ് ബെൻസിനിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. ഇതിന് പറയുന്ന പേരാണ് നൈട്രേഷൻ. നൈട്രേഷൻ എന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മെക്കാനിസമാണ് ഡീൽ ചെയ്യേണ്ടത്. മെക്കാനിസം. അപ്പോൾ നമുക്ക് നൈട്രേഷൻ എന്നതിൻ്റെ മെക്കാനിസം ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഇതൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ എന്ന സ്റ്റെപ്പാണ്. ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ എന്ന സ്റ്റെപ്പാണ് നടക്കേണ്ടത്. ഇവിടുത്തെ ഇലക്ട്രോഫൈൽ എന്താണെന്ന് ചോദിച്ചാൽ അത് NO2+ നൈട്രോണിയം അയണാണ്. നൈട്രോണിയം അയൺ എങ്ങനെ ഉണ്ടാവുന്നു എന്നതാണ് നമുക്ക് നോക്കേണ്ടത്. സിമ്പിളായിട്ടത് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ സൾഫ്യൂരിക് ആസിഡിൽ നിന്നും ഒരു പ്രോട്ടോണിനെ നൈട്രിക് ആസിഡിനെ ഡൊണേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സ് വഴിയാണ്, ആ ഒരു സ്റ്റെപ്പ് വഴിയാണ് നൈട്രോണിയം അയൺ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം സൾഫ്യൂരിക് ആസിഡ് എഴുതി, H2SO4 ഇപ്പോൾ കംപ്ലീറ്റ് ആയില്ലേ. H2SO4 പ്ലസ് അടുത്തതായിട്ട് HNO3 HNO3. ഇപ്പം ഓക്കെ അല്ലേ? ഇവിടെ 2 വാലൻസ്, ഇവിടെ ഡബിൾ ബോണ്ടാണ് വരേണ്ടത്. ഇവിടെ 2 ബോണ്ട് എക്സിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ മാത്രം ഒരു നെഗറ്റീവും, അതുകൊണ്ട് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കാണാൻ കഴിയുന്നത് ഇവിടുന്ന് ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുകയും ഹൈഡ്രജൻ ഇവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നു, ഓക്സിജൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. ഓക്കെ. അപ്പം ആ ഒരു സ്റ്റെപ്പ് നടക്കുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ മെക്കാനിസം വഴി നമുക്കത് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ OH ഓക്സിജൻ്റെ അവിടെ ഹൈഡ്രജൻ വന്ന് കയറും. ബാക്കിയെല്ലാം അതേപോലെ എഴുതണം. പ്ലസ് ഇവിടെ നമുക്ക് H2SO4 നിന്നിട്ടും ഒരു ഹൈഡ്രജനാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പം HSO4- പ്ലസ് HSO4- ഓക്കെ. അപ്പം ഈ ഒരു പ്രോഡക്റ്റാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നിന്നിട്ടും എങ്ങനെയാണ് നൈട്രോണിയം അയൺ ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പഠിക്കാം.
പഴയതുപോലെ നമ്മളത് എഴുതി. ഓക്കെ, ഇവിടെ നിന്നിട്ടും ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ആ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകും. ഇവിടെ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ഉണ്ടാകുന്ന സാധനമാണ് NO പ്ലസ്. ഇതാണ് നൈട്രോണിയം അയൺ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, ഇതാണ് NO2 അയൺ. NO2 അയൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രോഫൈൽ നമ്മുടെ ബെൻസീനിൽ ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫോർമേഷൻ ഓഫ് അലീനിയം അയൺ എന്ന സ്റ്റെപ്പാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബെൻസീൻ. ഇതാണ് നമ്മുടെ നൈട്രോണിയം അയൺ NO2. അപ്പോൾ ഇവിടെ നിന്നിട്ടും ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവിടുത്തെ നൈട്രജൻ വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ആയിട്ട് മാറും. ഇവിടെ NO2 ഉണ്ടാവും, ഇവിടെ NO2 വന്ന് അറ്റാച്ച് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ബാക്കി ബോണ്ടൊക്കെ അതേപോലെ തന്നെ. എന്നിട്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടെ ഉണ്ടാവും അല്ലേ, ഹൈഡ്രജൻ അതിൻ്റെ ബാലൻസ്. അതായത് ഈ NO2 ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തത് sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബണിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ലായിരുന്നു. ബോണ്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ആ sp2 എന്നത് sp3 ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിലേക്കായിരുന്നു ഇവിടെ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് NO2 ഗ്രൂപ്പ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ റെസൊണൻസ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. റെസൊണൻസ് എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ആ സ്ട്രക്ചർ തന്നെ വരയ്ക്കാം. NO2 ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ അഗെയിൻ ചേഞ്ച്ഡ് ആവുന്നുണ്ട്. അത് ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ NO2 ഇരിപ്പുണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് ഇങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ റെസൊണൻസ് സ്ട്രക്ചറും എഴുതി വരച്ച് കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മൾ മെക്കാനിസം കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു, ഇവിടെ രണ്ടിടത്തും ഡബിൾ ബോണ്ട് വന്നു. ഇതാണ് അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ്. അടുത്ത സ്റ്റെപ്പിലാണ് നൈട്രോബെൻസീൻ ഫോം ചെയ്യുന്നത്. നൈട്രോബെൻസീൻ ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഈ പ്രോട്ടോണിനെ എടുത്ത് മാറ്റുന്നു, അവിടുത്തെ ചാർജ് ബാലൻസ് ചെയ്യുന്നു, നൈട്രോബെൻസീനായിട്ട് മാറുന്നു. അതായത് നമുക്കിതിലെ ഏതെങ്കിലും ഒരു റെസൊണൻസ്, ഇപ്പോൾ അവസാനം എടുത്ത റെസൊണൻസ് സ്ട്രക്ചർ എടുക്കാം. റെസൊണൻസ് സ്ട്രക്ചർ എടുത്തു അല്ലേ. NO2 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ബാലൻസ് ഹൈഡ്രജൻ സാറ്റിസ്ഫൈഡ് ചെയ്ത് നിൽക്കുന്നു. ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് അടുത്തുണ്ടാകുന്ന പ്രോസസ്സ് നൈട്രോബെൻസിൻ എങ്ങനെ ഫോം ചെയ്യുന്നതാണ്. പ്രോട്ടോണിനെ ഇവിടുന്ന് ലോസ് ചെയ്യുന്നു. അതായത് ഇവിടെ ഇരിക്കുന്ന ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു, ഇവിടുന്ന് ഹൈഡ്രജൻ ഇറങ്ങിപ്പോകണം. ഹൈഡ്രജൻ അടുത്ത് ലോസ് ആവുകയാണ്, പ്രോട്ടോണിനെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ ഡബിൾ ബോണ്ട് കോസ് ചെയ്യുകയും ഇവിടുത്തെ ചാർജ് ബാലൻസ് ചെയ്യുകയും ചെയ്യും. അതായത് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ NO2 ഗ്രൂപ്പ് ഇരിപ്പുണ്ട്. ഈ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺസ് ഇറങ്ങിപ്പോയി, ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ബോണ്ടായിട്ട് മാറിയിട്ടുണ്ട്. പഴയതായിട്ടുള്ള ഡബിൾ ബോണ്ട്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈട്രോബെൻസിൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നൈട്രോബെൻസിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നൈട്രേഷൻ എന്ന സ്റ്റെപ്പിൻ്റെ കംപ്ലീറ്റ് മെക്കാനിസം. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാലജനേഷൻ എന്ന റിയാക്ഷനാണ്. എന്താണ് ഹാലജനേഷൻ? എന്താണ് ഹാലജനേഷൻ എന്ന് ചോദിച്ചാൽ, ബെൻസീനകത്ത് ഒരു ഹാലജൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. ഇത് ബെൻസീനാണ്,
ഹാലജനായിട്ട് നമുക്ക് ക്ലോറിനേഷൻ ആയിട്ടാണ് പഠിക്കേണ്ടത്. നമുക്ക് ക്ലോറിനേഷൻ, കാരണം ടെക്സ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്ലോറിനേഷനാണ്. അപ്പം ക്ലോറിനേഷൻ തന്നെ നമുക്ക് അതിൻ്റെ മെക്കാനിസം പഠിക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് അത് വളരെ എളുപ്പമാവും. നമ്മുടെ NCERT ടെക്സ്റ്റിൽ ക്ലോറിനേഷനാണ് ഹാലജൻ്റെ കേസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലോറിൻ എടുക്കാം. ഇവിടെ നമുക്ക് അൺഹൈഡ്രസ് AlCl3 ആണ് യൂസ് ചെയ്യുന്നത്. അൺഹൈഡ്രസ് AlCl3, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അപ്പം അൺഹൈഡ്രസ് AlCl3 യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ബെൻസീനകത്ത്, ഇത് ബെൻസീനാണേ, ബെൻസീനകത്ത് ഹാലജൻ അറ്റാച്ച് ചെയ്ത് ക്ലോറിൻ കിട്ടും. അടുത്തതായിട്ട് HCl കിട്ടും. അപ്പോൾ ഇതാണ് ഹാലജനേഷൻ്റെ റിയാക്ഷൻ. നമുക്കിതിൻ്റെ മെക്കാനിസത്തിലേക്ക് പോകാം. എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ഈ ഒരു പ്രോഡക്റ്റ്, പ്രിഫേർഡ് പ്രോഡക്റ്റ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മെക്കാനിസം അതിൻ്റെ ഡിസ്കസ് ചെയ്യണം. മെക്കാനിസം എന്ന് പറയുമ്പോൾ ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ എന്നതാണ്. അപ്പോൾ ഇലക്ട്രോഫൈൽ എന്താണെന്ന് ചോദിച്ചാൽ ക്ലോറോണിയം അയൺ ആണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ. ക്ലോറോണിയം അയൺ ആണ് ബെൻസീനിൽ പോയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ക്ലോറോ ബെൻസീനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ക്ലോറിനും അൺഹൈഡ്രസ് AlCl3 തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ക്ലോറിൻ Cl2 ആണ് തന്നിരിക്കുന്നത്. നമ്മളിങ്ങനെ എഴുതി, അതിനുശേഷം AlCl3 ഉണ്ട്, AlCl3 ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ബോണ്ട് ക്ലീവേജ് നടന്നിട്ട് ഒരു ക്ലോറിൻ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, Cl ക്ലോറിൻ പ്ലസ് AlCl4 മൈനസ്. അപ്പം ഇതാണ് നമുക്ക് കിട്ടേണ്ട ക്ലോറോണിയം അയൺ അഥവാ ഇലക്ട്രോഫൈൽ. ഓക്കെ, ഇലക്ട്രോഫൈൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ജനറേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ അറീനിയം അയൺ ഫോം ചെയ്യണം. അതായത് ബെൻസീൻ ക്ലോറിനിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുന്ന ഈ ഇലക്ട്രോഫൈലിൻ്റെ ആക്ഷൻ നടക്കണം. അതായത് അറീനിയം അയൺ ഫോം ചെയ്യണം. അതായത് നമുക്ക് ബെൻസീൻ ഉണ്ട്, നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഓക്കെ, എല്ലാവരും കണ്ടല്ലോ, ബെൻസീൻ ഇങ്ങനെ ഇടാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോറോണിയം അയൺ നമുക്ക് കിട്ടിയ സാധനത്തിന് ആ ഇലക്ട്രോഫൈലിനെ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബോണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട പ്രിഫേർഡ് പ്രോഡക്റ്റ് കിട്ടും. അറീനിയം അയൺ ഫോം ചെയ്യും. അതായത് ഇത് ബെൻസീനാണേ. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ക്ലോറിൻ ഫോം ചെയ്തിട്ടുണ്ട്, ക്ലോറിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹൈഡ്രജൻ ഇരിപ്പുണ്ട്. ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഷിഫ്റ്റിംഗ് നടന്നതുകൊണ്ട് തന്നെ ഇവിടെ പോസിറ്റീവ് ചാർജും ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബാക്കി രണ്ട് സ്ഥലത്തും പഴയതുപോലെ തന്നെ ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. ഇനി ഈ അറീനിയം അയണിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യാം എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ റെസൊണൻസ് വരച്ചെഴുതി കാണിച്ചു കൊടുക്കണം. ആദ്യത്തത് ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിപ്പുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. പഴയ നമ്മുടെ സ്ഥിരം സ്ട്രക്ചറാണ്, നമ്മൾ മുൻപ് എഴുതിയ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തതിൽ നമുക്കറിയാം ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ടാണ്. അപ്പം നമുക്ക് ഈ സ്ട്രക്ചർ മാറിയിട്ട് ഈ ക്ലോറിനും ഹൈഡ്രജനും ഒക്കെ അതേപോലെ തന്നെ ഇവിടത്തേക്ക് ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്നല്ല ബോണ്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ്, പിന്നെ മറ്റേ പഴയ ഡബിൾ ബോണ്ട് അവിടെ തന്നെയുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് ബെൻസീൻ വരയ്ക്കുന്ന കുറച്ച് വ്യത്യാസമുണ്ട്, ഇത് ചെറുത്, അത് ഞാൻ വരയ്ക്കുന്നതിൻ്റെ മിസ്റ്റേക്കാണ്. അവിടെയും ക്ലോറിൻ ഉണ്ട്. ഇനി ഇവിടുന്ന് നടക്കുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഓക്കെ, നമുക്കിത് രണ്ടും വരയ്ക്കാം, എന്നിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്നിട്ടും ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് പോസിറ്റീവ് ചാർജ് ഇവിടെ അക്കമുലേറ്റ് ചെയ്യും, പോസിറ്റീവ് ചാർജ് ഇവിടെ അക്കമുലേറ്റ് ചെയ്യുകയും ബോണ്ട് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഇവിടെയും ഡബിൾ ബോണ്ട് വരും, ഇവിടെയും ഡബിൾ ബോണ്ട് വരും. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമുക്ക് ക്ലോറോ ബെൻസീൻ ഫോം ചെയ്യുന്നത്. അതായത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ
ഫോർമേഷൻ ഓഫ് ക്ലോറോബെൻസിൻ. ഇതാണ് ഫോർമേഷൻ ഓഫ് ക്ലോറോബെൻസിൻ എന്ന് എഴുതുക. ഇവിടെ അരീനിയം അയൺ ഫോമിങ് അരീനിയം അയൺ എഴുതുക. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ക്ലോറോബെൻസിൻ കിട്ടണം. ക്ലോറോബെൻസിൻ കിട്ടുന്ന സ്റ്റെപ്പാണ്. നമുക്ക് അവസാനം എഴുതിയ റെസൊണൻസ് സ്ട്രക്ചർ എടുക്കാം. ഏത് റെസൊണൻസ് സ്ട്രക്ചർ എടുത്താലും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ക്ലോറിൻ ഉണ്ടായിരുന്നു, ഇവിടെ ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു പ്ലസ് ചാർജ് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു പ്രോട്ടോണിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യുകയാണ്. പ്രോട്ടോണിനെ റിമൂവ് ചെയ്തിട്ടാണ് ക്ലോറോബെൻസിൻ കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടുന്ന് ഹൈഡ്രജൻ ഇറങ്ങിപ്പൊക്കോളും. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് മാറും, അവിടെ ഡബിൾ ബോണ്ട് വരും, അവിടെ ചാർജ് ബാലൻസ്ഡ് ആവും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഡബിൾ ബോണ്ട് വരുന്ന പ്രോഡക്റ്റാണ്. ഇവിടെ ക്ലോറിൻ പഴയതുപോലെ ഇരിപ്പുണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ പഴയ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലോറോബെൻസിൻ കിട്ടിയിട്ടുണ്ട്. ക്ലോറോബെൻസിൻ കിട്ടി. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കണ്ടു നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക.